ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിലെ 9ാമത്തെ പാഠഭാഗമായ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്ന പാഠഭാഗവും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്തൽ പ്രവർത്തനവുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ പുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗം കൂടെയാണ് ഇത്. നമുക്ക് നേരെ നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങളെന്ന്. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഇവിടെ ഒരു മുത്തശ്ശൻ പറയാണ്, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്നത് 4-5 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ കുട്ടി, അപ്പൂപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും നടക്കേണ്ട, ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി, സ്കൂൾ ബസ് വരുമെന്ന് പറയാണ്. ശരിയാണല്ലേ? പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരെ അല്ലെങ്കിൽ അമ്മ അച്ഛൻ അവരൊക്കെ നടന്നിട്ടാണ് സ്കൂളിൽ പോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളൊക്കെ ഇതുപോലെ ബസ്സിലും അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. നടക്കുക എന്നുള്ള ശീലം നമ്മളവിടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? എങ്ങനെയാണ്? നടന്നിട്ടാണോ അതോ സ്കൂൾ ബസ്സിലാണോ ഓട്ടോയിലാണോ? എങ്ങനെയാണ്? നടന്നാണോ വാഹനത്തിലാണോ? നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിരുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയാനാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ നടന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. മുൻകാലത്ത് മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിൽ നടന്നാണ് പോയിരുന്നത്. ഈ ശീലം അക്കാലത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുക? നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഇളകുമല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കലോറിയൊക്കെ കത്തും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇന്നെന്താണ്, ഇന്ന് നടക്കുന്നതൊക്കെ വളരെയധികം കുറവാണ്. യാത്രാ സൗകര്യങ്ങളുടെ മാറ്റത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ നോക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാം. പക്ഷേ എങ്കിലാണ് നമ്മുടെ ആരോഗ്യം നോക്കുമ്പോൾ നമുക്കത് ഇല്ല എന്നും പറയാൻ വേണ്ടി സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ചാണ് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നറിയാമല്ലോ. ഇവയിൽ ചിലത് താഴെ നൽകിയിരിക്കുന്നു, ലിസ്റ്റ് വിപുലീകരിക്കുക. ടെലിഫോൺ, ആദ്യം ടെലിഫോൺ ആയിരുന്നു അല്ലേ? പിന്നെ അതെന്തായി? സ്മാർട്ട് ഫോൺ ആയിട്ട് മാറി. പിന്നെ അരക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ഇന്ന് മിക്സിയിലേക്ക് മാറി. ഡെസ്ക് ടോപ്പ്, പിന്നെ അത് ലാപ്ടോപ്പായി, ഇപ്പോൾ അത് ടാബ്ലറ്റിലേക്ക് മാറി. ഇനി കാളവണ്ടി, മോട്ടോർ കാറ്, ഇലക്ട്രിക് വാഹനം അല്ലേ? പണ്ട് കാളവണ്ടി ആയിരുന്നു, പിന്നെ അത് മോട്ടോർ കാറായി, ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. റേഡിയോ ഇപ്പം അത് ടെലിവിഷനിലേക്ക് മാറി. വിളക്ക്, ഇലക്ട്രിക് ബൾബ്, LED, ഇങ്ങനെയും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഫലമായി ഉണ്ടാകുന്ന മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ശീലങ്ങളെ മാറ്റം വരുത്തുന്നുണ്ടോ? തീർച്ചയായും മാറ്റം വരുത്തുന്നുണ്ട് അല്ലേ? നമ്മുടെ ജീവിത രീതികളിൽ വരുത്തുന്ന ഇത്തരം മാറ്റങ്ങൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. ഇക്കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അന്വേഷിച്ചറിയാം. ആഹാരശീലങ്ങൾ, പോഷക ഘടകങ്ങളെക്കുറിച്ചും സമീകൃതാഹാരത്തെക്കുറിച്ചും ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മളെന്താവും, ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ പോഷകാഹാരം കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ കഴിക്കും. ആഹാരശീലങ്ങളിൽ ഉണ്ടായ ഇത്തരം മാറ്റമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ച് മാറ്റങ്ങൾ ചർച്ച ചെയ്യും. പണ്ട് നോക്കൂ, നമ്മൾ ഇതേ രീതിയിൽ സദ്യ രീതിയിലൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. കുറച്ച് ചോറ് പിന്നെ കുറേ കറികളുമായിരുന്നു. ഇപ്പം അതെന്തായി? ഇപ്പം നമ്മൾ KFC, പിസ്സ, ബർഗർ അത്തരത്തിലുള്ള ജങ്ക് ഫുഡിലേക്കും ഫ്രൈഡ് ഫുഡിലേക്കും നമ്മൾ മാറിയിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമാകുന്നുണ്ടോ? വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കപ്പെടണം അല്ലെ? ശരിക്കും എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ എന്താണ്, അതിൽ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം കഴിക്കാനും. നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവരോട് അവരുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാമായിരുന്നു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് അന്വേഷിക്കും. അത്തരം ആഹാരമാണോ ഇന്ന് നിങ്ങൾ കഴിക്കുന്നത്? മുകളിലെ ചിത്രങ്ങളിലെ ആഹാരശീലങ്ങളിൽ ഏതിലാണ് പോഷക ഘടകങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് ചർച്ച ചെയ്യുക. ഇവിടെ ഏതിലാണ്? ഒന്നാമത്തെ ആഹാരത്തിലാണല്ലേ? അവിടെ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കതിൽ നിന്ന് പ്രോട്ടീനും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം അടങ്ങിയ ഒരു ഭക്ഷണശീലമായിരുന്നു അത്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്നത് എന്താണ്? അത്തരത്തിലുള്ള ഭക്ഷണങ്ങളല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.
ഇനി ഇവിടെ അമ്മ പറയാണ്, മോൾക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എടുത്തു വെച്ച് തോരനും മറ്റു കറികളും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോൾ പറയാണ്, എനിക്ക് ഉച്ചഭക്ഷണമായിട്ട് ബ്രെഡും ജാമും മാത്രം മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവിടെ എന്താണ്, ബ്രെഡും ജാമും കഴിക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ? അല്ല, അത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമല്ല. നമ്മൾ ചോറും അതിൻ്റെ കൂടെ തോരനും കറികളും ഒക്കെ കഴിക്കുമ്പോഴാണ് നമ്മളവിടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല അല്ലേ? കാരണം എന്താണ്, ബ്രെഡും ജാമും എല്ലാ ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ നമുക്ക് ചോറ്, കറി, മുട്ട, പാല്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ നൽകുന്നു. അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഊർജ്ജം എന്നിവ ലഭിക്കുന്നത്. അല്ലാതെ ഈ ബ്രെഡിൽ ജാമിൽ നിന്നും നമുക്ക് കഴിക്കില്ല. വല്ലപ്പോഴൊക്കെ കഴിക്കാം, പക്ഷെ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുട്ടയും പാലും പഴങ്ങളും പച്ചക്കറികളും ഇലകറികളും ഒക്കെ അച്ഛനും അമ്മയും മറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയാമല്ലോ. എന്തിനാണ്? ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്, വിറ്റാമിന്, ധാതു, അതുപോലെ ഊർജം, ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ്. ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠത്തിൽ നിങ്ങൾ പഠിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷകഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് നമ്മുടെ ആഹാര വിഭവങ്ങളും ആഹാരശീലങ്ങളും എങ്ങനെയായിരുന്നു? മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മുത്തശ്ശിയുടെ ആഹാരശീലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പണ്ടൊക്കെ എന്തായിരുന്നു രസം? അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി ആകെ മേളമായിരുന്നു അടുക്കള. രാവിലെ കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ആയിരുന്നു പ്രധാന ഭക്ഷണം. അവയില്ലാതിരുന്ന കാലത്ത് പഴങ്കഞ്ചി ആയിരുന്നു ഞങ്ങൾക്കേറെ ഇഷ്ടം. കാന്താരി മുളകും ചേമ്പുകറിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ എന്തായിരുന്നു രുചി. ഉച്ചയൂണാണ് കേമം. പുഞ്ചം കൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരിച്ചോറിനോടൊപ്പം തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത പയറ്, ചീര, വാഴപ്പിണ്ടി, കൂമ്പ്, കായ്, ഇടിച്ചക്ക ഇതൊക്കെയായിരുന്നു കൂട്ടാൻ. പോരാത്തതിന് വടക്ക് വശത്തെ കിളിച്ചുണ്ടൻ മാവയിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങ ഇട്ട് വെച്ച നല്ല മീൻകറിയും. വൈകുന്നേരമോ തൊടിയിലെ വാഴയില ചീന്തിൽ പരത്തി ആവിയിൽ പുഴുങ്ങിയ അടയോ കൊഴുക്കട്ടയോ. ഒഴിവുകാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരക്ക, പറങ്കിമാങ്ങ ഇവയൊക്കെ ആയിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. അവക്കൊക്കെ എന്തായിരുന്നു സ്വാദ്! ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും കാണാൻ കൂടി കിട്ടുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന ആഹാരമല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അതല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പണ്ട് കാലത്ത് ഇതൊക്കെയായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അക്കാലത്തെ കൂട്ടുകുടുംബത്തെ പറ്റിയും അവരുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെ ആഹാരമാണോ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്? ചക്കപ്പുഴുക്ക്, ചേമ്പിൻ പുഴുക്കൊക്കെ ഇപ്പോൾ കഴിക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ നമ്മൾ കഴിക്കും, അല്ലാതെ അങ്ങനെ ചില കുട്ടികൾക്ക് തീരെ കഴിക്കാറുണ്ടേ ഇല്ല അല്ലേ? അപ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണശീലത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളൊരു കുറിപ്പ് എഴുതുക. ആഹാരശീലങ്ങളിൽ വന്ന ഇത്തരം മാറ്റങ്ങളെല്ലാം ആരോഗ്യത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കാം. എല്ലാ മാറ്റങ്ങളും ഗുണകരമല്ല എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാനും പറ്റും അല്ലേ? ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി വയോജനങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് അടുത്തത്. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരുടെ ആഹാരം, ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അവർക്ക് പറയാനുണ്ടാവും. വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. അവരുമായി സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. വയോജന ദിന കർമ്മ പരിപാടികളെ കുറിച്ച് കൂടുതൽ വായിച്ചറിയുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടാവും അല്ലേ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, അവരുടെ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആരോഗ്യത്തിന് ദോഷം വരുന്ന ആഹാരശീലങ്ങളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം ആരോഗ്യത്തിന് നല്ലതല്ല. അതൊക്കെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ വറുത്തെടുത്ത ആഹാര വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗവും നമുക്ക് നല്ലതല്ല. പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം കുറക്കണം.
ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം കുറക്കണം. ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ. ഇതൊക്കെയാണ് ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെ. ഇത്തരം ഭക്ഷണക്രമങ്ങൾ ശീലമാക്കിയാൽ അവ ആരോഗ്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആഹാര രീതിയിൽ വന്ന ദോഷകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേൽപ്പറഞ്ഞ ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ചർച്ച ചെയ്യൂ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. അമ്മ പറയാണ്, TV കണ്ടതു മതി, ഇനി കുറച്ച് സമയം പുറത്തു പോയി കളിക്ക് മോനെ എന്ന് പറയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മളെ ബോഡിയും കൂടെ നമ്മുടെ ശരീരം കൂടെ വർക്ക് ചെയ്യണം അല്ലേ. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആരോഗ്യകരമല്ലാത്ത ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടിവിയുടെ മുന്നിലും മൊബൈലിൻ്റെ മുന്നിലും പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഭക്ഷണം ഒന്നും അവിടെ ദഹിക്കാതെ നിൽക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതെന്താവും? ശരീരത്തിൽ ഒരുപാട് പൊണ്ണത്തടി, അതുപോലെ ഹൃദ്രോഗം, അത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അമ്മ പറയുന്നത് കുറച്ചു നേരം പുറത്തു പോയിട്ട് കളിക്കുക എന്നുള്ളത്. അമ്മ കുട്ടിയോട് പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങളും TV കണ്ടുകൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? TV പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഒന്ന്, അശ്രദ്ധയോടെ കഴിക്കുന്നു. അതുപോലെ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നു. പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ഇടവരുന്നു. ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? നല്ല ഭക്ഷണങ്ങളാണോ? ഇവിടെ പച്ചക്കറികളല്ല, അതുപോലെ ബേക്കറികളും ഫ്രൈഡ് ഐറ്റംസുമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇവ മാത്രം സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ശീലമാക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ചില പോഷകങ്ങൾ ആവശ്യത്തിന് കൂടുതൽ ലഭിക്കുന്നു, പൊണ്ണത്തടി ഉണ്ടാകുന്നു, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു, പ്രതിരോധ ശേഷി കുറയുന്നു, ദഹനക്കുറവ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഫുഡ് സ്ഥിരമായിട്ട് കഴിച്ചാൽ ഉണ്ടാകും. വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല അല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കരുതെന്ന് മാത്രം. ഇനി ഉയരവും തൂക്കവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. കൂടുതൽ ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവുമോ? കൂടുതൽ ആഹാരം കഴിച്ചെന്ന് വിചാരിച്ച് നല്ല ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിതമായിട്ടുള്ള ആഹാരം മാത്രമേ നമ്മൾ കഴിക്കേണ്ടതുള്ളൂ. ഇവിടെ ചിത്രം നോക്കൂ. ഈ കുട്ടികളിൽ ആർക്കാണ് ശരിയായ വളർച്ചയുള്ളത് എങ്ങനെ കണ്ടെത്താം? ഒന്നാമത്തെ കുട്ടിക്കാണോ രണ്ടാമത്തെ കുട്ടിക്കാണോ? അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഉയര തൂക്ക പരിശോധന അഥവാ ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറയും. ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താം. ഇതിനായി ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം. ഭാരത്തെ അഥവാ ഉയരം ഇൻറ്റു ഉയരം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് 25 കിലോഗ്രാം ഭാരമുണ്ട്, 120 സെൻറ്റിമീറ്റർ ആണ് ഉയരം. അപ്പോൾ ആ ഒരു കുട്ടിയുടെ BMI നമ്മൾ കണക്കാക്കണമെങ്കിൽ തൂക്കം കിലോഗ്രാമിൽ എത്രയാണ്? 25 അല്ലേ. ഉയരം എത്രയാണ്? 1.20 അഥവാ 120 സെൻറ്റിമീറ്റർ. അത് സെൻറ്റിമീറ്ററിലാണെന്ന് മീറ്ററിലാക്കുമ്പോൾ 1.20 എന്ന് കിട്ടും. അപ്പോൾ 1.20 ഇൻറ്റു 1.20 ചെയ്യാം. ഓക്കെ, അപ്പോൾ 25 ഇൻറ്റു 1.20 1.20 എന്നുള്ളത് കിട്ടും. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? ആൻസർ എന്ന് പറയുന്നത് 17.36 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കുട്ടിക്ക് 45 കിലോഗ്രാം തൂക്കമുണ്ട്, 125 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ BMI എന്ന് പറയുന്നത് എത്രയായിരിക്കും? എങ്ങനെ കണക്കാക്കാം? കുട്ടിയുടെ തൂക്കം എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 45 ഹരിക്കണം 1.25 ഇൻറ്റു 1.25. ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 28.8 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടുപേരുടെയും BMI എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴെ തന്നിട്ടുണ്ട്. താഴെ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും BMI കണ്ടെത്തിയതിനു ശേഷം 18.5 കുറവാണെങ്കിൽ അത് ഭാരക്കുറവുള്ള അവസ്ഥയായിരിക്കും. 18.5 ആണെങ്കിൽ അല്ലെങ്കിൽ 24.9 ഉള്ളിലാണെങ്കിൽ ശരിയായിട്ടുള്ള ഭാരമായിരിക്കും. ഇനി 25 to 29.9 ഉള്ളിലാണെങ്കിൽ അത് അമിതവണ്ണമായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കുട്ടിയെ നോക്കുമ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് എന്താണ്? അവിടെ ഭാരക്കുറവാണ് അല്ലേ. അവിടെ 17.36 ഉള്ളൂ. അപ്പോൾ അത് ഭാരക്കുറവിലാണ്. രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ 28.8 ഉണ്ട്. അപ്പോൾ അതെന്താണ്? അമിതഭാരവും ആണ്.
ഇനി ഈ രണ്ട് കുട്ടികളുടെയും ഇത്തരത്തിലുള്ള ശരീരാവസ്ഥക്ക് കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് ഭാരക്കുറവ് ഒരു പക്ഷേ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മൂലമാകാം. രണ്ടാമത്തെ കുട്ടിക്ക് അമിത ഭാരമുണ്ട്, ഒരു പക്ഷേ അധിക കലോറി ഉപഭോഗം അല്ലെങ്കിൽ കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങളാകാം അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് BMI കണക്കാക്കുക നമുക്ക് മനസ്സിലായല്ലേ. ഇനി നിങ്ങളുടെ ഉയരവും ഭാരവും പരിശോധിച്ച് BMI നിങ്ങൾ കണ്ടെത്തുക. പട്ടികയുമായി താരതമ്യം ചെയ്ത് ഏത് ശരീരാവസ്ഥയിലാണോ നിങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും BMI കണ്ടെത്തുന്ന ഒരു പ്രൊജക്റ്റ് പ്രവർത്തനം ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോൾ ശരീരഭാരം സാധാരണയിൽ കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ഇത് രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഭാരക്കുറവ് രോഗാവസ്ഥയാണ് കാണിക്കുന്നത്. ഇനി ഭാരക്കുറവിൽ എന്ത് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഭാരക്കുറവുണ്ടായ കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഭാരം കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് പരിഹാരം ചെയ്യണം? ജങ്ക് ഫുഡ്, വറുത്ത ഭക്ഷണങ്ങൾ, പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ എന്നിവ നമ്മൾ ഒഴിവാക്കുക. ഇനി ശരിയായ ഭാരമാണെങ്കിൽ അത് നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, സമീകൃത ആഹാരം നമ്മൾ ശീലമാക്കുക, പതിവായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ആ ഒരു ശരീരഭാരം നിലനിർത്താനും അത് കുറയാനും കൂടാതിരിക്കാനും നമുക്ക് സഹായിക്കും. ഇനി എന്തൊക്കെയാണ് നല്ല ആഹാരശീലങ്ങൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രായത്തിന് അനുയോജ്യവും ആരോഗ്യകരമായ ആഹാരശീലങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ നല്ല ആഹാരശീലത്തിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. അതെന്താണ്? നല്ലൊരു ആഹാരശീലമാണ്. അപ്പം അതിന് ടിക്ക് കൊടുക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുക. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടോ? ഇല്ല. അപ്പം അതിനൊന്നും കൊടുക്കേണ്ട. ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം എന്നും കഴിക്കുക. എന്നും ഒന്ന് തന്നെ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ വിറ്റാമിനും മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലേ. അപ്പം അതും ശരിയായിട്ടുള്ള ശീലമല്ല. ഒരേ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ആഹാരം എന്നും കഴിക്കുന്നത് ശരിയല്ല. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നു. ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ല കാര്യമാണ്. ആവശ്യമായ അളവിൽ ആഹാരം കഴിക്കുന്നു, അതും നല്ല ശീലമാണ്. TV, മൊബൈൽ ഫോൺ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടോ? ഇല്ല. അപ്പം അത് നല്ല ശീലമല്ല. വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് നല്ല ശീലമാണ്. വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുന്നു. വളരെ കുറച്ച് നമ്മൾ ആഹാരം കഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പം അതും നല്ല ശീലമല്ല. വറുത്തതും പൊരിച്ചതുമായ ആഹാരം കൂടുതലായി കഴിക്കുന്നതും നല്ല ശീലമല്ല. ഇഷ്ടമുള്ള ആഹാരം മാത്രം കഴിക്കുന്നതും നല്ല ശീലമല്ല. വെള്ളം ആവശ്യമായ അളവിൽ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നല്ല ശീലമല്ല. ഇടനേരങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നല്ല ശീലമല്ല. ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പിന്തുടരേണ്ട നല്ല ശീലങ്ങൾ അല്ല. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നല്ല ആഹാരശീലങ്ങൾ ഒരു ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് സ്വായത്തമാക്കുകയും ചെയ്യാം. ആഹാരവും വ്യായാമവും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ആഹാരവും വ്യായാമവും എന്ന വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡോക്ടറുമായി അമ്മയും കുട്ടിയും നടത്തുന്ന ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, അമ്മ ചോദിക്കുകയാണ്, ഡോക്ടർ, എൻ്റെ മൂത്ത മകൾ വളരെ വലിഞ്ഞിരിക്കുന്നു, വിശപ്പും തീരെയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ശരീരം മെലിഞ്ഞിരിക്കുന്നത് കാര്യമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും, എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ കുട്ടി പറയാണ്, തടി കൂടുമെന്ന് പറഞ്ഞ് ചേച്ചി കുറച്ച് ഭക്ഷണമേ കഴിക്കൂ ഡോക്ടർ എന്ന് പറയാണ്. എൻ്റെ ചേട്ടന് നല്ല വണ്ണമുണ്ട്, ബർഗറും സാൻഡ്വിച്ചും ഒക്കെയാണ് ഇഷ്ടം, അവ എപ്പോഴും കഴിക്കും, അതിന് കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? അമിത കലോറിയുള്ള ഇത്തരം ഭക്ഷണം ഉപയോഗിക്കുന്നത് കുറക്കണം, വ്യായാമം ശീലമാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്ന് പറയുന്ന അമിതമായിട്ടുള്ള കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഡോക്ടറുമായുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ പ്രാധാന്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ആളുകൾ ചെയ്തിരുന്ന തൊഴിലുകളിൽ അധികവും ശരീരാധ്വാനം ആവശ്യമുള്ളതായിരുന്നു. അതിനാൽ തൊഴിലെടുക്കുമ്പോൾ തന്നെ വ്യായാമം ലഭിക്കും. ഇന്ന് ചെയ്യുന്ന മിക്ക തൊഴിലും ശാരീരികാധ്വാനം കുറഞ്ഞവയാണ്. അതിനാൽ കൃത്യമായ വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ചിത്രം നോക്കൂ നിങ്ങൾ, ഇതിൽ വ്യായാമം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ വ്യായാമത്തിനായി എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചർച്ച ചെയ്യാം. എന്തൊക്കെയുണ്ട്? സ്കൂളിലെ കായിക പിരീഡ് പ്രയോജനപ്പെടുത്തുന്നു, ഓടിക്കളിക്കുന്നു, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ പോലുള്ള കളികളിൽ ഏർപ്പെടുന്നു, നൃത്തം അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു, സൈക്കിൾ ചവിട്ടുന്നു, സ്കിപ്പിംഗ് റോപ്പിംഗ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വ്യായാമങ്ങളാണ്.
കുട്ടികളുടെ ലോകം എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇവിടെ ചിത്രം നോക്കൂ. ഇവിടെ ഒരു ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഫുട്ബോൾ, ഔട്ട്ഡോർ ഗെയിമാണ് അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ കുട്ടി വീഡിയോ ഗെയിമാണ്, ഇൻഡോർ ഗെയിമായിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഔട്ട്ഡോർ ഗെയിമുകൾ ശാരീരിക വ്യായാമവും ശുദ്ധവായുവും നമുക്ക് ലഭിക്കും. പക്ഷേ ഇൻഡോർ ഗെയിമുകൾ എന്താണ്? വ്യായാമം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് കളിക്കാറുള്ളത് എന്ന് നിങ്ങൾ അവിടെ നിന്ന് എഴുതി ചേർക്കുക. ഇനി പുറത്തു പോയി കളിക്കാനാണോ വീടിനകത്തിരുന്ന് കളിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? കുട്ടികളുടെ സംഭാഷണം നോക്കൂ. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ഞാൻ എന്നും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു കുട്ടി പറയാണ്, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഗെയിം കളിക്കും. അപ്പോൾ മറ്റൊരു പെൺകുട്ടി പറയാൻ, ചെസ്സ് കളിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അടുത്ത കുട്ടി പറയാണ്, ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ TV കാണും. എൻ്റെ വീടിനടുത്തൊരു ചെറിയ കുളമുണ്ട്, ഞാൻ അച്ഛനോടൊപ്പം എന്നും അരമണിക്കൂർ നീന്തും. അപ്പോൾ ഇവിടെ എന്താണ്? 2 കുട്ടികൾ പറയുന്നതും പുറത്തു പോയി കളിക്കുന്നതാണ് അല്ലേ. ബാക്കി 3 പേര് പറയുന്നതും വീട്ടിനകത്തിരുന്ന് കളിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഇതിൽ ഏതൊക്കെ കളികൾ ഏർപ്പെടുന്നവർക്ക് വ്യായാമം ലഭിക്കുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ വ്യായാമം ലഭിക്കുന്നു, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കളികൾ ഏതൊക്കെയാണ്, അതിൽ ഏർപ്പെടുന്ന സമയം എത്രയാണ് എന്നൊക്കെ നിങ്ങളിവിടെ അടയാളപ്പെടുത്തുക. വ്യായാമം ലഭിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ ദിവസവും നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? നിങ്ങൾക്ക് മതിയായ വ്യായാമം ലഭിക്കുന്നുണ്ടോ? ശരിയായ ആരോഗ്യത്തിന് പോഷകമൂല്യമുള്ള ആഹാരവും കൃത്യമായ വ്യായാമവും വളരെ പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഉറക്കത്തിൻ്റെ പ്രാധാന്യവും കൂടെ നമ്മൾ നോക്കണം. ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി പറയാണ്, രാത്രി കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഏറെ വൈകിയാണ് ഉറങ്ങുന്നത്. അടുത്ത കുട്ടി പറയുന്നത്, രാത്രി അധികം വൈകാതെ കിടക്കുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഇതിൽ ഏതാണ് ശീലിച്ചിട്ടുള്ളത്? മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒന്ന് ഉറക്കക്കുറവ് തന്നെയാണ്, മറ്റൊന്ന് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായിരിക്കും, ഉത്കണ്ഠ, ശരീരഭാരം വർദ്ധിക്കൽ, വിശപ്പില്ലായ്മ, ക്ഷീണം, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം എത്ര സമയം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും? മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗം ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ഒരു സംവാദം, ഒരു ഡിബേറ്റ് നിങ്ങൾ സംഘടിപ്പിക്കാം. ഇനി ഉറക്കവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് നമുക്ക് വായിച്ചു നോക്കാം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്ക നഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം എന്ന് പറയുന്നത്. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് 7-8 മണിക്കൂർ ഉറക്കം വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. ഇനി രാത്രിയിൽ നന്നായി ഉറങ്ങുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ്? രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് വിശ്രമം കിട്ടുന്നു. ഈ സമയത്ത് ശരീരത്തിലെ ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിന്റെ സങ്കീർണമായ പല പ്രവർത്തനങ്ങളും നാം ഉറങ്ങുമ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി രാത്രിയിലെ ഉറക്ക നഷ്ടത്തിന് പകരമാവില്ല പകലുറക്കം. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ശരീരത്തിലെ സങ്കീർണമായ പല പ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ഉറക്കവും എന്ന് നമ്മൾ മനസ്സിലായി അല്ലേ. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഉറക്കത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാട്രോൺ ഉൽപാദനം കൂടുന്നത് രാത്രിയിലാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൽ ഉൽപാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ നമ്മൾ കുടിക്കരുത്. ഓക്കെ, ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ രാത്രി കുടിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുറിക്കൂ. രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ ഉണരുന്ന ഏകദേശ സമയം എപ്പോഴാണ്, ആകെ അപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ജീവിതശൈലിയിൽ വന്ന മാറ്റം മൂലം ആഹാരം, വ്യായാമം, ഉറക്കം തുടങ്ങിയ കാര്യങ്ങളിൽ പല മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ. ഈ മാറ്റങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്ന്, പ്രമേഹം. ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, മധുരമില്ലാത്ത ചായയാണ്
തന്നെയാണോ നീ കുടിക്കുന്നത്? ഈ പ്രായത്തിൽ നിനക്ക് പ്രമേഹം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, പ്രമേഹം വരാൻ ഇപ്പോൾ പ്രായമൊന്നും ഇല്ല. ഇന്നലെ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഷുഗർ പരിശോധിച്ചപ്പോൾ 170 mg/dl ആണ്. ഞാൻ ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ഇത്തരം സംഭാഷണങ്ങൾ നമ്മളും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 100 മില്ലിഗ്രാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവാണ് 70-100 മില്ലിഗ്രാം എന്ന് പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ ഗ്ലൂക്കോസ് അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ആഹാരത്തിന് മുന്ന് രക്തത്തിലെ ഷുഗർ 170 ആണെങ്കിൽ ഇവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, അമിത വിശപ്പുണ്ടായിരിക്കും, അമിതമായ മൂത്രമൊഴിക്കൽ, മുറിവുകളൊക്കെ ഉണ്ടായാൽ ഉണങ്ങാനുള്ള സമയം, അമിതമായ ദാഹം, തളർച്ച, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇവ മാത്രം നിരീക്ഷിച്ച് പ്രമേഹം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയില്ല. രക്തം, മൂത്രം എന്നിവയിലൂടെ പരിശോധനയിലൂടെ പ്രമേഹം കണ്ടെത്താം. പ്രമേഹം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് മസ്തിഷ്കാഘാതം, വൃക്ക രോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിങ്ങനെ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇനി പ്രമേഹ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നിത്യേന വ്യായാമം ചെയ്യുക, ഭക്ഷണം നിയന്ത്രിക്കുക, പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക് പ്രമേഹത്തെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം പ്രമേഹവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി എന്താണ് ഇൻസുലിനും പ്രമേഹവും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻസുലിൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫ്രെഡറിക് ബാൻറ്റിംഗ്, ജോൺ മാക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞനാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെ മരുന്നുകളിലൂടെ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് എന്താണ് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഡോക്ടർ പറയാണ്, BP അല്പം കൂടുതലാണല്ലോ, ഭക്ഷണത്തിന് ഉപ്പിൻ്റെ അളവ് കുറക്കണം, നന്നായി ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും വേണം. BP കുറവാണ്, കൂടുതലാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ശരിക്കും BP എന്ന് പറഞ്ഞാൽ? രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളിൽ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. അത് നമ്മുടെ സ്പിഗ്നോമാനോമീറ്റർ ഉപയോഗിച്ച് ആ ഒരു ഉപകരണം ഉപയോഗിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉപകരണത്തിൽ 120-80 mm റീഡിംഗ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിതോപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതുക. അടുത്തത് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന മറ്റൊന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എണ്ണയിൽ പൊരിച്ചെടുത്ത ചില ആഹാര വസ്തുക്കളാണ് ചിത്രത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചെടുത്ത ആഹാരമാണോ ആവിയിൽ വേവിച്ചെടുത്ത ആഹാരമാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചെടുത്ത ആഹാര വസ്തുക്കളുടെ ഉപഭോഗം കുറയ്ക്കണമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൊത്തം കൊളസ്ട്രോൾ 200 mg ആണ്. mgയിൽ താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ. കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ അഥവാ HDL, ചീത്ത കൊളസ്ട്രോൾ DL എന്നിങ്ങനെ 2 തരത്തിലാണുള്ളത്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയില, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൾനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പടങ്ങിയ ആഹാര വസ്തുക്കൾ അധികമായി ഉപയോഗിച്ചാൽ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പൊണ്ണത്തടി, പ്രമേഹം, കരള് രോഗം, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. ഇനി നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പതിവായിട്ട് വ്യായാമം ചെയ്യുക, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാം. ഇനി അടുത്തത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാവാനിടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും നാം ഇതുവരെ ചർച്ച ചെയ്തത്. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് രോഗാണുക്കൾ കൊണ്ടല്ല, മറിച്ച് തെറ്റായ ജീവിതശൈലി തുടരുന്നത് കൊണ്ടാണ്. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ശരിയായ ജീവിതശൈലി പിന്തുടർന്നാൽ മുകളിൽ സൂചിപ്പിക്കുന്ന പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമല്ലോ. അവരുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്തി ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ നിങ്ങൾ അവരെ സഹായിക്കുമല്ലോ. ഇപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിതമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. തെറ്റായ ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കാം. ഇതിൻ്റെ ഫലമായി മറ്റു പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാകുന്നതിനോ കാരണമാകുന്നു. ഇനി ജീവിതശൈലി മാറ്റങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നോക്കുന്നത്. ഒന്ന്, ജീവിതശൈലിയിൽ വന്ന മാറ്റം. വീടിനുള്ളിലിടുന്ന ഈ ഇലക്ട്രോണിക് ഗെയിം കളിക്കുന്നു, അതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കഴുത്തിലെയും മുതുകിലെയും പേശികൾക്ക് വേദന ഉണ്ടാകാം, പൊണ്ണത്തടി ഉണ്ടാവാം. പരിഹാരം എന്താണ്? ശരിയായ ശരീരനില, ഔട്ട്ഡോർ ഗെയിംസ്, ഇടവേളകൾ എടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ക്രമരഹിതമായ ഉറക്കം മൂലം ക്ഷീണം, ശ്രദ്ധക്കുറവ്, പ്രതിരോധ ശേഷി കുറയൽ, ഇത്രയൊക്കെയാണ് ഉണ്ടാവുന്നത്. പരിഹാരം, കൃത്യസമയത്ത് ഉറങ്ങുക, രാത്രി വൈകിയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം കുറക്കുക. അടുത്തത്, അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നതാണ്. പൊണ്ണത്തടി, ഉയർന്ന കൊളസ്ട്രോൾ, പ്രമേഹം ഇതിനൊക്കെ കാരണമാകും. സമീകൃതമായ ആഹാരം, വറുത്തതും പഞ്ചസാര ചേർത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ധാരാളം ജീവിത സൗകര്യങ്ങൾക്കിടയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതിനാൽ ഉറക്കം, വ്യായാമം, ശരിയായ ആഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തെറ്റായ ജീവിതശൈലി ഉപേക്ഷിച്ച് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പദസൂര്യൻ നൽകിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക. പൂർണ്ണമായി ഒഴിവാക്കേണ്ടതും കുറയ്ക്കേണ്ടതും ശീലിക്കേണ്ടതുമായ ചില ജീവിതശൈലികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നല്ല ജീവിതശൈലി രോഗങ്ങളാണ് എന്തൊക്കെയാണ്? ഉപേക്ഷിക്കാം ലഹരി പദാർത്ഥങ്ങൾ, ഉപേക്ഷിക്കാം പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും. ഇവിടെ നമുക്ക് എന്തെഴുതാം? ശീലിക്കാം ആവശ്യത്തിന് വെള്ളം കുടിക്കാം. അതുപോലെ ശീലിക്കാം പഴങ്ങളും പച്ചക്കറികളും, ശീലിക്കാം വ്യായാമം, ശീലിക്കാം നല്ല ഉറക്കശീലം, ശീലിക്കാം സമീകൃത ആഹാരം, കുറക്കാം എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ, കുറക്കാം ഉപ്പിൻ്റെ അമിതോപയോഗം, കുറക്കാം ശീതളപാനീയങ്ങൾ, കുറക്കാം മൊബൈൽ ഫോൺ ഉപയോഗം. ഇതൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നും നിങ്ങൾ എഴുതി കൊടുക്കുക, ഈ 3 ഓക്കെ. ഇനി അടുത്തത്, തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളേക്കാൾ ഭീകരമാണ് പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ശാരീരിക പ്രശ്നങ്ങൾ. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ഓർമ്മശക്തിയും വിവേചന ശക്തിയും കുറയുന്നു, ഹൃദയ ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു, പ്രധാന അവയവങ്ങളെ നശിപ്പിക്കുന്നു. ഇനി മാനസികമായുള്ള പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, വിഷാദം മുതലായവ ഉണ്ടാകുന്നു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു, പെട്ടെന്ന് അക്രമാസക്തരാകുന്നു, ആത്മഹത്യാ ചിന്തകളോ പ്രവണതകളോ വർദ്ധിപ്പിക്കുന്നു. ഈ സാമൂഹിക പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ, കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടും അകലം പാലിക്കുന്നു, തെറ്റായ സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കുന്നു, പഠനത്തിൽ താല്പര്യം കുറയുന്നു, ഗാർഹിക പീഡനത്തിലേക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും നയിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇനി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൈവശം വെക്കുന്നതും. അതിനാൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം, ആരോഗ്യകരമായ ജീവിതത്തിന് ഞാൻ ലഹരി വസ്തുക്കളോട് നോ പറയും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് മദ്യപാനം, പുകവലി തുടങ്ങിയ അതൊക്കെ ഉപയോഗിക്കുന്നത്. പാഠഭാഗം കഴിഞ്ഞ് നമുക്ക് വിലയിരുത്താൻ പ്രവർത്തനം നോക്കാം. തന്നിരിക്കുന്നവർ ശരീരത്തിന് വ്യായാമം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് ചെസ് കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, വീഡിയോ ഗെയിം കളിക്കുന്നു, കൃഷിപ്പണികളിൽ ഏർപ്പെടുന്നു, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, വയലിൻ വായിക്കുന്നു, പാട്ട് കേൾക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യായാമം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ഡാൻസ് കളിക്കുന്നു, മറ്റൊന്ന് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നു, അതുപോലെ തന്നെ കൃഷിപ്പണികളിൽ ഏർപ്പെടുന്നു, ഫുട്ബോൾ കളിക്കുന്നു, അല്ലേ?
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശരീരത്തിനൊരു വ്യായാമം നൽകുന്നത്. രണ്ടാമത്തത്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ശരീരഭാരം കൂടുതലുള്ള ആളുകൾക്ക് അത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്? ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ അടുത്തത് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളതാണ്. ഇനി 3, വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതാണ് ഉത്തരം. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു, പേശികളെയും അസ്ഥികളെയും ശക്തിപ്പെടുത്തുന്നു, ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. 4ാമത്തെ ചോദ്യം, രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്? എന്തൊക്കെയാണ്? പകൽ സമയത്ത് ക്ഷീണവും തളർച്ചയും, ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും, മാനസിക സമ്മർദ്ദം, പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും സാധ്യത കൂടുതലാണ്. 5ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, തെറ്റായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. ശരിയാണോ? വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ. അനാരോഗ്യകരമായ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്നു. അമിതമായി ജങ്ക് ഫുഡ് കഴിക്കുന്നത് നമ്മെ രോഗികളാക്കും. വ്യായാമം ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ദുർബലമാക്കും. പുകവലി, മദ്യപാനം എന്നിവ ശ്വാസകോശത്തെയും കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. മാനസിക സമ്മർദ്ദം നമ്മുടെ ഹൃദയത്തെ ദുർബലമാക്കും. നമ്മൾ അനാരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം പതുക്കെ രോഗബാധിതമാകും. എന്നാൽ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും നന്നായി ഉറങ്ങുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്താൽ നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്താം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വിലയിരുത്തൽ പ്രവർത്തനം എന്ന് പറയുന്നത്. താഴെ തുടർ പ്രവർത്തനങ്ങളാണ്, അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.